ചടയമംഗലം കള്ളിക്കാട് പൊയ്കവിളയിൽ 85 വയസ്സുള്ള തങ്കപ്പൻ നായർ, കാഴ്ച നഷ്ടപ്പെട്ട ഭാര്യ 75 വയസ്സുള്ള സരസമ്മ, മാനസിക വൈകല്യമുള്ള മകൾ 44-കാരി ബീന എന്നിവരെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തു. ഈ ദമ്പതികളുടെ 2 മക്കളും മാനസിക വെല്ലുവിളി നേരിടുന്നവരായിരുന്നു. മകൻ പ്രകാശ് 6 മാസം മുമ്പ് മരണപ്പെട്ടു. മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം യഥാർത്ഥം അറിയിച്ചിരുന്നു. ഇന്ന് അവർ എത്തിച്ചേരും. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ അമലും അതുപോലെ തന്നെ ശ്രീ വിൻസെൻറ്റും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, കാര്യം ഞാൻ ഗാന്ധിഭവനുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. കാരണം വളരെ സുരക്ഷിതമായി ഇപ്പോൾ ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവിക അയൽവാസികൾക്കെല്ലാം വളരെ സുരക്ഷിതമായി ഗാന്ധിഭവനിൽ അവർക്ക് വളരെ പ്രതീക്ഷയോടുകൂടി താമസിക്കാൻ കഴിയും. അവരുടെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നോക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ആ ജീവകാരുണ്യ മേഖലയിൽ വളരെ വളരെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ഗാന്ധിഭവൻ എന്ന് പറയുന്ന സ്ഥാപനം തീർച്ചയായും ഇവരുടെ അത്താണിയായിരിക്കും. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നുള്ളത് സംശയമില്ല. ഗാന്ധിഭവനോട് കാര്യം ഏകദേശം 2 മാസത്തോളമായി ഈ വിഷയം നമ്മുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു, ഞാനിവിടെ കള്ളിക്കാട് വാർഡിൽ ആദ്യത്തെ പ്രസിഡൻ്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഗ്രാമസഭയ്ക്ക് വരുമ്പോഴാണ് ഈ സുദേവേണ്ണ അടക്കമുള്ള ഗ്രാമവാസികൾ ആ ഗ്രാമസഭയ്ക്ക് വന്നവരെല്ലാം ഒന്നടങ്കം എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഈ അച്ഛനെയും അമ്മയെയും ഈ സഹോദരിയെയും നിങ്ങൾ എന്തെങ്കിലും പ്രസിഡൻ്റ് ഒന്ന് അടിയന്തരമായി ഇടപെട്ട് നമുക്ക് ഇങ്ങനെ നോക്കുന്ന സ്ഥലത്ത് ഏൽപ്പിക്കണം. വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം, നോക്കാൻ ആരുമില്ല, അവരെ ഹോസ്പിറ്റലിലാക്കിയാൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള അതിനൊരു പരിഹാരം കണ്ട് അതിന് എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം ഈ നാട്ടിലെ നാട്ടുകാരും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സുദേവേണ്ണ നിരന്തരം ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹായത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇവരെ ഇന്ന് അവിടെ ഏൽപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത കാലം വരെ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയ തങ്കപ്പൻ നായർക്ക് ഇപ്പോൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതിയല്ല. ഭാര്യ സരസമ്മയുടെ 2 കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടതോടെ ജീവിതം തീർത്തും ഇരുൾ മൂടിയതായി. ഭക്ഷണത്തിനും മറ്റും അയൽവാസികളുടെ സഹായമായിരുന്നു ആശ്രയം. കാഴ്ചയില്ലാത്ത ഭാര്യയുടെയും സ്വയം ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത മകളുടെയും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് തങ്കപ്പൻ നായരാണ്. ഈ കുടുംബത്തിൻ്റെ ദുരിത ജീവിതം ശ്രദ്ധയിൽപ്പെട്ട ജനപ്രതിനിധികളും നാട്ടുകാരും ഒന്നടങ്കം ഇവരെ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി സംരക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും അതിൻ പ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയേൽ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ എന്നിവർ പത്തനാപുരം ഗാന്ധിഭവനുമായി ബന്ധപ്പെടുകയുമായിരുന്നു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ്റെ നിർദ്ദേശപ്രകാരം വൈസ് ചെയർമാൻ PS അമൽരാജ്, CEO വിൻസെൻ്റ് ഡാനിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തകർ നേരിട്ടെത്തി ഈ കുടുംബത്തെ ഗാന്ധിഭവനിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സാം കെ ഡാനിയേൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു, പൊതുപ്രവർത്തകരായ സുദേവൻ, ബാബുരാജൻ, JV ബിന്ദു, സാലിമ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് ഇവരെ ഗാന്ധിഭവനിലേക്ക് യാത്രയാക്കിയത്. വൃദ്ധദമ്പതികൾക്കും മകൾക്കും അടിയന്തര ചികിത്സയും ശുശ്രൂഷയും നൽകി സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.